കളരിയിലെ പൂത്തറയെ കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. അതായത് കളരിയിലെ പൂത്തറ 3 സ്റ്റെപ്പോട് കൂടിയ പൂത്തറയുണ്ട്, അതുപോലെ 5 സ്റ്റെപ്പോട് കൂടിയ പൂത്തറയുണ്ട്, അതുപോലെ 7 സ്റ്റെപ്പോട് കൂടിയ 9 സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇട, പിംഗല, സുഷുമ്ന എന്നുള്ളതാണ്. നമ്മുടെ ശരീരവുമായി ബന്ധമുള്ള ഒരു കാര്യം. അതിന് മുകളിലൊരു കൂമ്പ് കാണും. അപ്പൊ ഇത് 3നെയും സംയോജിപ്പിച്ച് നിർത്തുന്നതാണ് നമ്മുടെ ശരീരം. അതിന്റെ സംയോജനമാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. പിന്നെ 5 സ്റ്റെപ്പ് ഉള്ളത് പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ. അപ്പൊ യഥാർത്ഥത്തില് കളരിയിലെ സങ്കല്പം എന്ന് പറയുന്നത് തത്വമസി എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമ്മളെ തന്നെയാണ്. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വിജയം നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ മുകളിലുള്ള നമ്മുടെ നിയന്ത്രണം. അപ്പൊ അതുകൊണ്ട് തന്നെ കളരിയിലെ 5 സ്റ്റെപ്പുള്ള പൂത്തറാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെയാണ് അതിൽ തൊഴുന്നത്, അല്ലെങ്കിൽ നമ്മളെയാണ് അതിൽ കാണുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു കൂമ്പും ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഒരു യുദ്ധത്തിൽ ജയിക്കണം. അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള യുദ്ധം മാത്രമല്ല, പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ഏത് രീതിയിലുള്ള ഒരു വിജയവും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഇത്തരം ഇന്ദ്രിയങ്ങളുടെ മുകളിൽ നമുക്ക് വലിയൊരു നിയന്ത്രണമുണ്ട്. പിന്നെ പഞ്ചഭൂതങ്ങൾ, അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നത്. അതുപോലെ തന്നെയാണ് 7 സപ്തനാഡികൾ, അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം 9 നവദ്വാരങ്ങൾ. അപ്പം യഥാർത്ഥത്തില് ഒരു കളരിയിലെ പൂത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്. മറ്റ് ഒരു വലിയൊരു ദൈവസങ്കല്പത്തിലേക്ക് നമ്മൾ അതിൽ കൂടുതലായിട്ട് പോകേണ്ടതില്ല. കാരണം നമ്മുടെ പ്രതിഷ്ഠകളൊന്നും നമ്മൾ തൊടാറില്ല. പക്ഷെ നമ്മുടെ കളരിയിലെ പൂത്തറ നമ്മൾ തൊട്ടിട്ടാണ് തലയിൽ വെക്കുന്നത്. ആ പ്രതിഷ്ഠയിൽ തന്നെയാണ് അതിൽ നേരിട്ട് തൊട്ടിട്ടാണ് തലയിൽ വെക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ കളരിയിൽ ഇറങ്ങുന്ന സമയത്ത്, പൂത്തറ കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെയാണ് കാണുന്നത്. നാം നമ്മുടെ മുകളിലാണ് അതിന്റെ നിയന്ത്രണം. ഇത്തരം പഞ്ചേന്ദ്രിയങ്ങളിലും പഞ്ചഭൂതങ്ങളിലും സപ്തനാഡികളിലും ഒക്കെയുള്ള നമ്മുടെ നിയന്ത്രണം നമുക്ക് വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് കളരി തുടങ്ങുന്നത്.